DP80 നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കുറച്ചേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നോക്കാം നമുക്ക് ആദ്യം. എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുള്ളത്? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ടോട്ടൽ കോസ്റ്റ് പെർ ടൺ ഓഫ് ദ പീരീഡ്, അഥവാ പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റും കാണാനാണ് പറഞ്ഞത്. എന്നിട്ട് റോ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് വേജസ് ഇല്ലേ, എന്താ ഡയറക്റ്റ് ലേബറിൻ്റെ മറ്റൊരു പേരാണ്, എന്നാലും നമ്മൾ പറഞ്ഞിരുന്നു. അൺപ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറയില്ലേ, അപ്പോൾ അത് ഏതാവും? ഇൻഡയറക്റ്റ് ലേബർ. അത് ഏതിലെടുക്കാം? ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ, ഫാക്ടറി റെൻറ്റ് അറിയാലോ, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി മോട്ടീവ് പവർ ഫാക്ടറിയിലാണ്, ഹൗലേജ് ഫാക്ടറിയിലാണ്. വാ ഡയറക്ടേഴ്സ് ഫീസ് എവിടെയാണ്? വർക്ക് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഏതാണ് വർക്ക് കിടക്കുന്നത് എവിടെയാണ്? ഫാക്ടറിയിൽ. പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഫാക്ടറി ക്ലീനിങ് ഫാക്ടറി തന്നെയാണ്. സൺഡേ ഓഫീസ് എക്സ്പെൻസ് ഓഫീസാണ്. എസ്റ്റിമേറ്റ് എക്സ്പെൻസ് വർക്കാണ്, അപ്പോൾ അതേതാ? ഫാക്ടറിയിലാണ്. ഫാക്ടറി സ്റ്റേഷനറി ഫാക്ടറിയാണ്, ഓഫീസ് സ്റ്റേഷനറി ഫാക്ടറിയാണ്. ലൂസ് ടൂൾസ് എവിടെയാണ്? ഫാക്ടറിയിൽ. ഇതിനടുത്ത് റെൻ്റ് ആൻഡ് ടാക്സ് ഓഫീസാണ്, കുഴപ്പമില്ലല്ലോ. വാട്ടർ സപ്ലൈ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്? ഫാക്ടറിയാണ്. ഫാക്ടറി ഇൻഷുറൻസ് ഫാക്ടറിയാണ്. ഓഫീസ് ഇൻഷുറൻസ്. ലീഗൽ ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. റെൻ്റ് ഓഫ് വെയർ ഹൗസ് ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത് നല്ല രസമാണ്. ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എവിടെ ഉപയോഗിക്കുക? ഫാക്ടറിയിൽ, അപ്പോൾ അത് അവിടെ എഴുതാം. ബിൽഡിംഗ് എവിടെയാണ്? ഫാക്ടറിയിൽ. ഓക്കെ ആണോ? അയ്യോ, ഓഫീസ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെന്ത്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഡെലിവറി വാൻ എന്തിനു ഉപയോഗിക്കാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബാഡ് അപ്റ്റ് ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അഡ്വർടൈസ്മെൻറ്റ് ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറി എവിടെയാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അപ്പ് കീപ്പ് ഓഫ് ഡെലിവറി വാൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? ബാങ്ക് ചാർജ് ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കമ്മീഷൻ ഓൺ സെയിൽസ് ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ അല്ലേ? സത്യത്തിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിങ്ങനെ എന്ത് ചെയ്താൽ ഓർഡറാക്കി ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഫൈനൽ ആൻസറുകൾ പറയണം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലത്തെ ആൻസർ ഹിൻ്റ് ഇങ്ങനെയാണ്. പ്രൈം കോസ്റ്റ് വരുന്നത് 71,000. ഫാക്ടറി കോസ്റ്റ് വരുന്നത് 1,08,050. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത് 1,13,600. ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1,18,100. കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടാൽ 8 കിട്ടും. 8. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് ചെക്ക് ചെയ്തോ. ഇതോടുകൂടി നമ്മൾ ഏത് കഴിഞ്ഞു? പ്രോബ്ലം ഏരിയ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? തിയറി കുറച്ചെടുക്കാൻ പോകും. ഓൾറെഡി ഇന്നലെ കുറേ തിയറി എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, പെട്ടെന്നാവട്ടെ. അപ്പോൾ ടെക്സ്റ്റിലെ ഈ ഒരു ഭാഗത്തിൽ തെറ്റുണ്ട് എന്നാ പറയുന്നത് അല്ലേ? 18 കഴിഞ്ഞാ? ബത്തൂലിന് കിട്ടിയാ? എത്ര കിട്ടി? 1,18,000. ആർക്കെങ്കിലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും മക്കളെ? കഴിഞ്ഞില്ല. 18 എത്ര വരാം? 200 വരാം. പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ 1,18,200 ഡിവൈഡഡ് ബൈ 14. ഇതാ യൂണിറ്റ് വന്നിട്ടുണ്ട്, 14,875. അപ്പോൾ കറക്റ്റ് എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? തന്ന ആൻസർ കീഴിൽ ഒരു ചെറിയ വ്യത്യാസം, 200 അവിടെ വരും. ദാറ്റ്സ് ഓൾ.